താരസംഘടനയായ അമ്മയിൽ വലിയ പ്രശ്നങ്ങളൊക്കെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മയിൽ നിന്ന് ടിനി ടോമിനെ പുറത്താക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നടി അൻസിബ. പരാതി നേരത്തെ നൽകിയില്ലെന്ന വാദം തെറ്റാണെന്നാണ് അൻസിബ പറയുന്നത്. തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ മാധ്യമങ്ങളെ കാണും. എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ഇന്ന് ചേരുമെന്നതിലും തീരുമാനം ഉടനുണ്ടായേക്കും. കൊച്ചിയിൽ നിന്ന് ഷീന മാർട്ടിൻ വിവരങ്ങൾ നൽകും. ഷീന, അമ്മയിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ടിനി ടോമിനെതിരെ നടപടിയെടുക്കണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു അൻസിബ. അപ്പോൾ നേരത്തെ ഈ പരാതി നൽകിയിട്ടില്ല എന്നാണ് ശ്വേതാ മേനോൻ അടക്കം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അൻസിബ ടിനി ടോമിനെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടക്കുന്നു അബ്ദുൽ? ജിൽസി, സത്യത്തിൽ ടിനി ടോമിനെതിരെയുള്ള പരാതി അത് എവിടെയും അൻസിബ രേഖാമൂലമോ ഔദ്യോഗികമായോ ഇത്തരത്തിൽ അമ്മയിൽ അവതരിപ്പിച്ചിട്ടില്ല, അമ്മ എന്ന താരസംഘടനയിൽ അവതരിപ്പിച്ചിട്ടില്ല. പക്ഷേ പലപ്പോഴും ശ്വേതാ മേനോനോടും ജനറൽ സെക്രട്ടറി ആയിരുന്ന കുക്കു പരമേശ്വരനോടും ഈ വിഷയം അവതരിപ്പിച്ചു. രാജിവെച്ച് ഇറങ്ങിയതിന് ശേഷം ഇവരെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. നേരിട്ട് പറഞ്ഞിട്ടും കാര്യങ്ങൾ നേരിട്ട് അവതരിപ്പിച്ചിട്ട് പോലും അതൊന്നും ഗൗനിച്ചില്ല, അതൊന്നും വകവെക്കാൻ തയ്യാറായില്ല. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ധൈര്യമായ ഒരു റിട്ടേൺ ആയുള്ളൊരു പരാതി സമർപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അൻസിബ ഉന്നയിക്കുന്ന ആദ്യത്തെ ചോദ്യം. പിന്നീട് അൻസിബ പറയുന്നത് ഭരണസമിതിക്കെതിരെ തന്നെയാണ്. അൻസിബ ആഞ്ഞടിക്കുകയാണ് ഭരണസമിതിക്കെതിരെ. പുതിയ ഭരണസമിതി വന്നിട്ടും കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അമ്മയിൽ ഇനിയും അങ്ങോട്ടേക്ക് മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ്. നമുക്കറിയാവുന്നതുപോലെ വളരെ വിവാദങ്ങൾക്കൊടുവിലാണ് പഴയ ഭരണസമിതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മമ്മൂട്ടി മോഹൻലാലും അടങ്ങുന്ന ഭരണസമിതി അധികാരം ഒഴിയുന്നു. അതിനുശേഷം പിന്നീട് പുതിയ ഭരണസമിതി വരുന്നു. ആ പുതിയ ഭരണസമിതി തികച്ചും വനിതാ നേതൃത്വങ്ങളാണ് കയറുന്നത്. വനിതകളാണ് നേതൃത്വനിരയിൽ മുഴുവനായും ഉള്ളത്. അപ്പോഴൊക്കെയും ഈ ജെൻഡർ ഇക്വാലിറ്റി ശ്വേതാ മേനോൻ എടുത്തു കാണിക്കുന്നു. ഇത്തരത്തിൽ വനിതകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഈ അമ്മ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ അമ്മ താര സംഘടനയിൽ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. വനിതകളുടെ സുരക്ഷയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. അതിനുശേഷം വരുന്ന പരാതികൾ, ഈ അടുത്തു വന്ന 2 പരാതികൾ, റിസപ്ഷനിസ്റ്റായ അതുല്യ നൽകിയ പരാതി, അതിന് തൊട്ട് പിന്നാലെ ഒരു നടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു നടി പരാതി നൽകുന്നു. എന്നിട്ടും ആ പരാതിയിലൊന്നും ഇതുവരെയും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ലെന്നും കേൾക്കുന്നു. അപ്പോൾ ഈ പരാതികൾ ഇങ്ങനെയും തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ടിനി ടോമിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം വളരെ ഗുരുതരമാണ്. മറ്റെന്തിനേക്കാളും ഗുരുതരമാണ് ഈ ജിഹാദി എന്ന് മുദ്ര കുത്തുന്നു, അതേപോലെ തന്നെ മതപരിവർത്തനത്തിന് നിർബന്ധിച്ചു എന്നുള്ളത്, ഇതെല്ലാം പറഞ്ഞു പരത്തുന്നു എന്നുള്ളതൊക്കെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അൻസിബ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും അത് ശ്വേതാ മേനോൻ അല്ലെങ്കിൽ അമ്മ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ശ്വേതാ മേനോന്റെ മറുപടി എന്നുള്ളത് ഇതൊന്നും ഇതിനു മുൻപ് അൻസിബ പറഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ കൃത്യമായ പ്ലാനോടുകൂടി ആസൂത്രിതമായ ഒരു നീക്കത്തോടുകൂടി ഇന്നലെ അവിടെ വൈദ്യപരിശോധന, കണ്ണിനായുള്ള തിമിര വൈദ്യപരിശോധന നടക്കുന്ന ദിവസമായിരുന്നു. ആ ദിവസം ഇത് പറഞ്ഞതിൽ എന്തോ ഒരു പ്ലാനിംഗ് ഉണ്ട് എന്നുള്ള നിലയിലാണ്. ഇതേ രീതിയിൽ തന്നെയാണ് ടിനി ടോമും പ്രതികരിച്ചത്. ടിനി ടോം പറയുന്നത് ഒരു ഗൂഢാലോചനയാണെന്നാണ്. പക്ഷേ അൻസിബ പറയുന്നത് തനിക്കെതിരെയാണ് ഇത്തരത്തിലൊരു ഗൂഢാലോചന നടന്നിട്ടുള്ളത് എന്നാണ് ജിൽസി.